മീൻ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇനിയേ. ഇത് കണ്ടില്ലേ, ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇട്ടു, നല്ലെണ്ണ ഒഴിച്ചിരിക്കുന്നത്. ഒരു അര ടീസ്പൂണോളം ഉലുവയും ഇട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്കൊരു ഇതിപ്പം 1 കിലോ മീനച്ചാർ ഉണ്ടാക്കുന്നത്. അതിന് 1/4 കിലോ ഇഞ്ചിയും 1/4 കിലോ വെളുത്തുള്ളിയും എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ചോപ്പറിൽ വെച്ചിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്താണ്. മിക്സിയിലിട്ടൊന്ന് കറക്കിയാലും മതി കേട്ടോ. കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക, ഉപ്പ് ചേർക്കുക, നന്നായി മിക്സ് ചെയ്തോളുക. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് വിനീഗറും വെള്ളവും കൂടെ ഒരേ ക്വാണ്ടിറ്റിയിൽ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് ആറാൻ വെക്കണേ. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നു. ആ സമയത്ത് നമ്മൾ മുളക് പൊടി ചേർത്ത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കണ്ടോ, ഇത് ഉലുവയും പെരിഞ്ജീരകവും കടുകും എല്ലാം കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു മിക്സാണ്. പിന്നെ ഇച്ചിരി കായപ്പൊടി ചേർത്തു. കായപ്പൊടി ഇത്തിരിയെല്ലാം നന്നായിട്ട് ചേർക്കണം, നല്ല കായത്തിൻ്റെ ടേസ്റ്റ് വേണം. ഉലുവയും കടുകും പെരിഞ്ജീരകവും കൂടെ നന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ മതി. വറുത്ത് പൊടിച്ച് വെക്കുന്നതാണ് ആ പൊടി ഞാൻ ഇട്ടത്. പിന്നെ ഇത് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളാണ്. ഇത് വറുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കൂടെ ചേർത്ത് പുരട്ടി വെച്ചിട്ട് ആ പുരട്ടിയ എടുത്ത് വറുത്ത് കോരി എടുത്തിരിക്കുന്ന മീനാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് തിളപ്പിച്ചാറി വെച്ചിരിക്കുന്ന വിനീഗറിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അച്ചാർ റെഡി. അടിപൊളി അച്ചാർ റെഡി.